എല്ലാവർക്കും എജെ ഇലക്ട്രിക് യൂട്യൂബ് ചാനലിലെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ വയറിങ്ങും കാര്യങ്ങളൊക്കെ പഠിക്കാനായിട്ട്, അതുപോലെ ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ ഒക്കെ എങ്ങനെ ചെയ്യാം, PLC HMI ഒക്കെ എങ്ങനെ ഡിസൈൻ ചെയ്യാം, പ്രോഗ്രാം ചെയ്യാം എന്നതിനെ പറ്റിയാണ് ഈ ചാനലിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാൽ ഇന്ന് നമ്മൾ നോക്കുന്നത് സിമുറിലെ ഉപയോഗിച്ചിട്ട് എങ്ങനെ നമുക്ക് പുഷ് ബട്ടൺ ഉപയോഗിച്ച് DOL സ്റ്റാർട്ട് ഡിസൈൻ ചെയ്യാം എന്നതിനെ പറ്റിയാണ്. അപ്പോൾ നമുക്കൊരു ഇൻപുട്ട് സപ്ലൈ വേണം ത്രിഫേസിൻ്റെ. അതിനായിട്ട് ത്രിഫേസ് സപ്ലൈ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് റൊട്ടേറ്റ് ചെയ്ത് സൈഡിലേക്ക് വെക്കാം, അതായത് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമുക്ക് ഈ കൺട്രോൾ സർക്യൂട്ടിന് വേണ്ടിയിട്ട്, മോട്ടറിന് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഒരു MCB അല്ലെ ഫ്യൂസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാനൊരു 3 ഫേസിൻ്റെ MCB ആണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് MCB സെലക്ട് ചെയ്യാം. അതുപോലെ MCB നമുക്ക് പ്രോപ്പറായിട്ട് ജോയിൻ ചെയ്യണം. അതായത് സർക്യൂട്ടുകൾ തമ്മിൽ പ്രോപ്പറായിട്ട് ജോയിൻ്റ് ആയെങ്കിൽ മാത്രമേ നമ്മുടെ ആപ്ലിക്കേഷൻ ത്രൂ ഈ റിലേ അല്ലെങ്കിൽ ഈ സർക്യൂട്ട് വർക്ക് ആവത്തുള്ളൂ. അപ്പോൾ പ്രോപ്പറായിട്ട് നമുക്ക് ജോയിൻ ചെയ്യാം. അതിനുശേഷം നമുക്കൊരു കോൺടാക്ടർ അത്യാവശ്യമാണ് ത്രിഫേസിൻ്റെ. അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ലൈബ്രറി നമുക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കോൺടാക്ടർ നമുക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്യണമെന്ന് നമുക്ക് കാണാൻ പറ്റും. ഇത് ത്രിഫേസിൻ്റെ ഒരു കോൺടാക്ടറാണ്. നമുക്ക് എന്തെങ്കിലും കോൺടാക്ടറും ഇതുപോലെ സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യാം. അതുപോലെ പ്രോപ്പറായിട്ട് ജോയിൻ ചെയ്യണം, എങ്കിൽ മാത്രമേ ഇത് സിമുലേഷൻ നടക്കത്തുള്ളൂ. ഓക്കെ, അതിനുശേഷം നമുക്ക് ഒരു ഓവർലോഡ് റിലേ വേണം. അതായത് നമ്മുടെ മോട്ടറിൻ്റെ ഒക്കെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഒരു ഓവർലോഡ് റിലേ അത്യാവശ്യമാണ്. അതിനായിട്ട് 3 ഫേസിൻ്റെ ഒരു ഓവർലോഡ് റിലേ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കും അതിൻ്റെ സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു മോട്ടർ സെലക്ട് ചെയ്യണം. 3 ഫേസിൻ്റെ മോട്ടറാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, ഡിഫറെൻറ്റ് ടൈപ്പ് DC മോട്ടറും AC മോട്ടറൊക്കെ അവിടെ അവൈലബിൾ ആണ്. പക്ഷെ നമ്മുടെ സർക്യൂട്ടിന് ഇപ്പോൾ 3 ഫേസ് മോട്ടറാണ് അത്യാവശ്യം. അതുകൊണ്ട് ഞാൻ 3 ഫേസ് മോട്ടർ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് എന്ത് ചെയ്യാം, വയറിംഗ് കംപ്ലീറ്റ് ചെയ്യാം. അതിനുശേഷം ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. പ്ലേ ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യും, ഇതുപോലെ കാണാൻ പറ്റും. ഞാൻ എൻ്റെ MCB ഓൺ ആക്കിയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ കോൺടാക്ടർ വർക്ക് ചെയ്യുന്നില്ല. അതുപോലെ നമ്മുടെ റിലേ ട്രിപ്പ് ആവുന്നുണ്ട്, പക്ഷെ മോട്ടറൊന്നും റൺ ആവുന്നില്ല. ഈ സമയത്താണ് നമുക്ക് കൺട്രോൾ വയറിങ്ങിന്റെ ആവശ്യം വരുന്നത്. അതായത് പുഷ് ബട്ടൺ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ റിലേ എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യാം, കോൺടാക്ടർ എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യാം, DOL സർക്യൂട്ട് എങ്ങനെ ഡിസൈൻ ചെയ്യാം എന്ന് നോക്കിയാലും. അതിനായിട്ട് ഞാനൊരു ഫേസ് ലൈൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലൈൻ സെലക്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഈ കൺട്രോൾ സർക്യൂട്ടിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഒരു സിംഗിൾ പോൾ MCB സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിനായിട്ട് ഞാനൊരു സിംഗിൾ പോൾ MCB സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യും, കണക്ട് ചെയ്യാം, പ്രോപ്പറായിട്ട് വയറിങ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഒരു NC കോണ്ടാക്ട് വേണം. അതായത് NC കോണ്ടാക്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ തെർമൽ ഓവർലോഡ് റിലേയുടെ ട്രിപ്പ് ആയി കഴിഞ്ഞാൽ ട്രിപ്പ് ആവുന്നതിന് വേണ്ടിയിട്ട്, ആ സിഗ്നൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തെർമൽ ഓവർലോഡ് റിലേയുടെ NC ഉപയോഗിക്കുന്നത്. അതിനായിട്ട് ഞാനൊരു NC സെലക്ട് ചെയ്യുവാണ്. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, കോണ്ടാക്ട് ഈ ഓവർലോഡ് റിലേയുടെ NC ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്, ഈ കാണുന്നത് പോലെ. ഓക്കെ, അതിനുശേഷം നമുക്ക് ഇതിന്റെ വയറിംഗ് കംപ്ലീറ്റ് ചെയ്യാം. അതുപോലെ അതിന്റെ പേര് ചേഞ്ച് ചെയ്യണം. ഓക്കെ, നമുക്ക് വാല്യൂസിൽ പോയിട്ട് എന്ത് ചെയ്യണം, ഓവർലോഡറിലെ F ആയതുകൊണ്ട് F എന്ന് സെലക്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ കറക്റ്റ് അതിന്റെ തന്നെ ഓവർലോഡ് റിലേയുടെ തന്നെ NC ആയിട്ട് മാറും. ഓക്കെ, അതിനുശേഷം നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പുഷ് ബട്ടൺ സെലക്ട് ചെയ്താലോ. ഓക്കെ, അപ്പോൾ അതിനായിട്ടൊരു പുഷ് ബട്ടൺ നമുക്ക് എന്ത് ചെയ്യാം, ലെഫ്റ്റ് സൈഡിൽ നിന്ന് സെലക്ട് ചെയ്യാം പുഷ് ബട്ടൺ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബട്ടണായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. അതിനായിട്ട് പുഷ് ബട്ടൺ ഞാൻ സെലക്ട് ചെയ്യുവാണ്. ഒരുപാട് സ്വിച്ചുകൾ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പുഷ് ബട്ടൺ സെലക്ട് ചെയ്യാം. NC കോണ്ടാക്ട് ആണ് അതിന്റെ വരുന്നത്, ഇതുപോലത്തെ സ്വിച്ച് ആണ് വരുന്നത്. ഓക്കെ, അതും അതുപോലെ സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പുഷ് ബട്ടൺ വേണം. അതിന്റെ കോണ്ടാക്ട് എലമെന്റ് എന്ന് പറയുന്നത് NO ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അതും നമുക്ക് ഇതുപോലെ സെലക്ട് ചെയ്തിട്ട് കംപ്ലീറ്റ് ചെയ്യാം അതിന്റെ വയറിങ്. ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓൾറെഡി ഇരിക്കുന്ന കോണ്ടാക്ടറിന്റെ കോയിലാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ കോണ്ടാക്ടറിന്റെ കോയിൽ നമുക്ക് എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യാം. അത് KM എന്നാണ് അറിയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതും സെലക്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഈ സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യുന്നതിനായിട്ട് ഒരു ന്യൂട്രൽ ലൈനും കൂടെ നമുക്ക് അത്യാവശ്യമാണ്. അപ്പോൾ നമുക്ക് പേരും കാര്യങ്ങളെല്ലാം വാല്യൂസ് എല്ലാം നമ്മൾ എപ്പോഴും ചെക്ക് ചെയ്യണം. ഇല്ലാന്നുണ്ടെങ്കിൽ വാല്യൂസ് ചേഞ്ച് ചെയ്യണം. അതായത് കോണ്ടാക്ടറിന്റെ A2 ഞാൻ ന്യൂട്രൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കണം. പ്ലേ ചെയ്ത് നോക്കുന്ന സമയത്ത് ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ നമുക്ക് നോക്കിയാലോ. അതിനായിട്ട് പ്ലേ പ്രസ് ചെയ്തിട്ടുണ്ട്. രണ്ട് സൈഡിൽ MCB ഞാൻ ഓൺ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് പുഷ് ബട്ടൺ അല്ലെങ്കിൽ സ്റ്റാർട്ട് ബട്ടൺ നമുക്ക് എന്ത് പ്രസ് ചെയ്ത് നോക്കിയാലോ. സ്റ്റാർട്ട് ജസ്റ്റ് പ്രസ് ചെയ്യുന്ന സമയത്ത് ഓൺ ആവുന്നുണ്ട്, പക്ഷേ ഞാൻ റിലീസ് കൈ എടുത്തു കഴിഞ്ഞാൽ അത് ഓഫ് ആയി പോകുന്നുണ്ട്. അപ്പോൾ അത് കറക്റ്റായിട്ട് നമ്മുടെ സർക്യൂട്ട് കംപ്ലീറ്റ് ആയിട്ടില്ല പുഷ് ബട്ടൺ. അപ്പോൾ നമുക്ക് ഈ ഒരു കേസിലാണ് ഹോൾഡിംഗ് സർക്യൂട്ടിന്റെ അത്യാവശ്യം വരുന്നത്. അതായത് സിംഗിൾ പ്രസ്സിൽ നമ്മുടെ സർക്യൂട്ട് ഹോൾഡ് ആയി നിൽക്കണം, എങ്കിലേ നമ്മുടെ മോട്ടോർ കണ്ടിന്യൂസ് വർക്ക് ആവത്തുള്ളൂ. അതിനായിട്ട് ഞാനൊരു NO സെലക്ട് ചെയ്യുവാണ്. ഈ NO എന്ന് പറയുന്നത് നമ്മുടെ കോണ്ടാക്ടറിന്റെ തന്നെ NO ആണ്. അത് ഈക്വലി പാരലായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ജോയിന്റ് ചെയ്യുക. അതിനുശേഷം ഈ കോണ്ടാക്ടറിന്റെ NOയുടെ വാല്യൂസ് ചേഞ്ച് ചെയ്യേണ്ടതുണ്ട്. അതായത് നമ്മുടെ അതിൽ വാല്യൂം കോണ്ടാക്ടറിന്റെ വാല്യൂം സെയിം ആയെങ്കിൽ മാത്രമേ അതിന്റെ തന്നെ
എന്നോ ആയിട്ട് അത് കൺസിഡർ ചെയ്യത്തുള്ളൂ. അപ്പം നമ്മൾ ടാഗിൽ അതിൻ്റെ വാല്യൂസ് ചേഞ്ച് ചെയ്യണം. ഇനി നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കിയാൽ നമ്മുടെ ഹോൾഡിംഗ് സർക്യൂട്ട് ഒറ്റ പ്രസ്സിൽ വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ നോക്കാം. അതിന് MCB എല്ലാം ഓൺ ചെയ്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും, ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യാൻ കൈ എടുത്താൽ പോലും എൻ്റെ മോട്ടോർ സ്റ്റോപ്പ് ആവുന്നില്ല. അതായത് ഹോൾഡിംഗ് സർക്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, DOL സ്റ്റാർട്ടറിൻ്റെ പ്രാക്ടിക്കൽ വീഡിയോ. അപ്പോൾ നിങ്ങളതൊന്ന് വാച്ച് ചെയ്യുക. ഇനി സ്റ്റോപ്പ് ചെയ്യണ സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും, ജസ്റ്റ് ഒരു പ്രസ്സിൽ എൻ്റെ മോട്ടോർ സ്റ്റോപ്പ് ആവുന്നുണ്ട്. ഇനി ഞാനൊന്ന് ഓൺ ചെയ്യാം. ഓൺ ചെയ്തതിന് ശേഷം നമുക്കൊന്ന് ട്രിപ്പ് ചെയ്താലോ, ഓവർലോഡ് റിലേ ആവണ സമയത്ത് ട്രിപ്പ് ചെയ്ത് നോക്കിയാലോ. അതിനായിട്ട് ഓവർലോഡ് റിലേ റീസെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇനി ഞാൻ എത്ര പുഷ് ചെയ്താലും എൻ്റെ മോട്ടോർ സ്റ്റാർട്ട് ആവില്ല. ഓക്കെ, അപ്പോൾ റീസെറ്റ് ചെയ്തെങ്കിൽ മാത്രമേ എൻ്റെ മോട്ടോർ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ ഓൺ സമയത്ത് നമുക്കൊരു ഇൻഡിക്കേഷൻ ലൈറ്റ് വേണം. അതിനായിട്ട് ഞാൻ ഒരു ലൈറ്റ് സെലക്ട് ചെയ്യാം. അതിന് മുന്നേ ഞാൻ ഒരു ലൈൻ ഒന്ന് ചേഞ്ച് ചെയ്യുവാണ്. L3 സെലക്ട് ചെയ്യണം. അത് ബ്ലൂ ലൈൻ സെലക്ട് ചെയ്യുവാണ്. കാരണം നിങ്ങളുടെ എല്ലാം നോക്കും, പ്ലേ ചെയ്യുന്ന സമയത്ത് എല്ലാം ഒരു യെല്ലോ കളറിലാണ് ഇരിക്കുന്നത്. ഞാൻ ലൈൻ ഒന്ന് ചേഞ്ച് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് പ്ലേ ചെയ്യാം. നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരില്ല, കാരണം എൻ്റെ കോണ്ടാക്ടറിൻ്റെ കളറും കോയിലിൻ്റെ കളറും യെല്ലോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, എൻ്റെ ബ്ലൂ ലൈനാണ് വന്നിരിക്കുന്നത്. കോണ്ടാക്ടറിൻ്റെ ഒരു യെല്ലോ കളർ ഓൺ ഓഫ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇനി നമുക്കൊന്ന് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ലൈറ്റ് സെലക്ട് ചെയ്യാം. അതായത് ഓൺ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ലൈറ്റ്, ഒരു ഇൻഡിക്കേഷൻ ലൈറ്റ് ഗ്രീൻ കളർ നമുക്ക് എന്ത് ചെയ്യണം, കത്തണം. ഓക്കെ, അതിനായിട്ട് ഞാൻ ഒരു ലൈറ്റ് സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ലൈറ്റ് നമുക്കൊന്ന് പ്രോപ്പറായിട്ട് കണക്ഷൻ ചെയ്യാം. കണക്ഷൻ ചെയ്തതിന് ശേഷം നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം, ലൈറ്റ് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കാം. അതിന് മുന്നേ നമ്മൾ കളർ ചേഞ്ച് ചെയ്യണം ഈ ലൈറ്റിൻ്റെ. ഞാൻ ഓൺ ആണെങ്കിൽ ഗ്രീൻ കളറാണ് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. അതിന് MCB എല്ലാം ഓൺ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഓൺ ചെയ്യുന്ന സമയത്ത് കാണാൻ പറ്റും എൻ്റെ ലൈറ്റ് കത്തിയിട്ടുണ്ട്, ഗ്രീൻ ലൈറ്റ്. ഓഫ് ചെയ്യുന്ന സമയത്ത് ഓഫ് ആയിട്ടുണ്ട്. ഈ ഒരു കണ്ടീഷനിൽ നമുക്കൊരു ഓഫ് ലൈറ്റിൻ്റെയും കൂടെ അത്യാവശ്യമുണ്ട്. അത് റെഡ് കളറിൽ നമുക്ക് എന്ത് ചെയ്യാം, സെലക്ട് ചെയ്ത് ഡിസൈൻ ചെയ്യാം. അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ലൈറ്റ് കൂടെ സെലക്ട് ചെയ്യാം. നിങ്ങൾക്കത് കാണാൻ പറ്റും, ഞാൻ പ്രസ് ചെയ്യണ സമയത്തൊക്കെ സ്വിച്ച് വർക്ക് ചെയ്യണതും എല്ലാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും. പുഷ് ബട്ടണാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി ഞാനൊരു ലൈറ്റ് സെലക്ട് ചെയ്യുവാണ്. അത് നമുക്ക് ഇതുപോലെ കണക്ട് ചെയ്യാം. കണക്ട് ചെയ്ത് നമുക്ക് ഓൺ ഓഫ് കണ്ടീഷനിലാണ് ഈ റെഡ് കളർ കത്തേണ്ടത്. ഓക്കെ, അതിനായിട്ട് സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യുക. ഇനി നമുക്ക് വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോണ്ടാക്ടറിന്റെ NCയിൽ നിന്ന് വേണം നമുക്ക് ഈ ലൈറ്റിലേക്കുള്ള കണക്ഷൻ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കൊരു NC കോണ്ടാക്ട് എന്ത് ചെയ്യണം, സെലക്ട് ചെയ്യണം. അതിനായിട്ട് ഞാൻ ഒരു NC കോണ്ടാക്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഈ കോണ്ടാക്ടർ നമുക്ക് എന്ത് ചെയ്യാം, സർക്യൂട്ട് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇതിന്റെ വാല്യൂസ് ചേഞ്ച് ചെയ്യേണ്ടതുണ്ട്. അതായത് കോണ്ടാക്ടറിന്റെ വാല്യൂ എന്താണ്, ആ വാല്യൂവിന്റെ അനുസരിച്ചിട്ട് വേണം നമ്മളിതിന്റെ ടാഗ് നമ്പർ കാര്യങ്ങളെല്ലാം ചേഞ്ച് ചെയ്യാൻ വേണ്ടി. എങ്കിൽ മാത്രമേ അത് വർക്ക് ചെയ്യത്തുള്ളൂ. ഇപ്പോൾ KM1 എന്നാണ്, പക്ഷെ എൻ്റെ ഇവിടെ K എന്നാണ്. അപ്പം ഞാൻ ടാഗിൽ KM സെലക്ട് ചെയ്തിട്ടുണ്ട്. KM1 അപ്പോൾ കറക്റ്റ് കോണ്ടാക്ടറിന്റെ തന്നെ റിലേ എന്നോ കോണ്ടാക്ട് ആയിട്ടുണ്ട്. നമുക്കിനി സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യാം. സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ പ്ലേ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ കളർ ചേഞ്ച് ചെയ്ത് നമുക്ക് നോക്കാം, ഒന്ന് കൺഫേം ചെയ്യാം. ഓക്കെ, റെഡ് കളറാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പ്ലേ ചെയ്യുന്ന സമയത്ത് ഓൺ ആക്കിയിട്ടുണ്ട്, ബ്രേക്കർ അല്ല. ഇപ്പോൾ നോർമലി ഓഫ് കണ്ടീഷനാണ്. അതുകൊണ്ടാണ് നമ്മുടെ റെഡ് കളർ കത്തി കിടക്കുന്നതും മോട്ടോർ ഓഫ് ആയിട്ടുള്ളത്. ഇപ്പോൾ ഓൺ ചെയ്യുന്ന സമയത്ത് മോട്ടോർ ഓൺ ആയിട്ടുണ്ട്, ഓഫ് ആക്കുന്ന സമയത്ത് ഓഫ് ആയിട്ടുണ്ട്. ഇനി ഇൻ കേസ് ട്രിപ്പ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഒരു ഇൻഡിക്കേഷൻ നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ട്രിപ്പ് ലൈറ്റും കൂടെ സെറ്റ് ചെയ്യേണ്ടതുണ്ട്. അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ലൈറ്റ് സെലക്ട് ചെയ്യാം. ഇതിപ്പോൾ ഓഫ് ചെയ്യുന്ന സമയത്ത് മാത്രമേ നമുക്ക് ഇൻഡിക്കേഷൻ കാണുന്നുള്ളൂ. ഇപ്പോൾ ട്രിപ്പ് ആവുന്ന സമയത്ത് നമുക്ക് അറിയാൻ പറ്റുന്നില്ല. അതിനായിട്ട് വീണ്ടും ഞാനൊരു ലൈറ്റ് സെലക്ട് ചെയ്യുവാണ്. അതിനുശേഷം ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു യെല്ലോ കളർ നമുക്ക് മെൻഷൻ ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാം, ചേഞ്ച് ചെയ്യാം. അതിനുശേഷം നമുക്കൊരു NO കോണ്ടാക്ട് അത്യാവശ്യമാണ്. അത് ഓവർലോഡറിലെ ട്രിപ്പ് ആകുമ്പോഴാണല്ലോ നമ്മുടെ ഇൻഡിക്കേഷൻ വേണ്ടത്. അതിന് ഞാനൊരു NO കോണ്ടാക്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ലൈറ്റിന്റെ ഫ്രണ്ടിലായിട്ട് സെറ്റ് ചെയ്യാം. അതിനുശേഷം ഇതിന്റെയും സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യണം. നിങ്ങൾക്ക് കാണാൻ പറ്റും NO കോണ്ടാക്ട് ആണ്. അതിനുശേഷം അതിന്റെ വാല്യൂസ് നമുക്കൊന്ന് ചേഞ്ച് ചെയ്യണം. കാരണം ആ ഒരു ഓവർലോഡ് റിലേയുടെ തന്നെ NO ആയിരിക്കണം. അതിനായിട്ട് നമ്മൾ വാല്യൂസ് ചേഞ്ച് ചെയ്യേണ്ടതുണ്ട്. അതിനായിട്ട് സെലക്ട് ചെയ്യുന്ന ശേഷം വാല്യൂസിൽ പോവുക. നിങ്ങൾക്ക് F എന്ന് സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അത് ആ ഓവർലോഡ് റിലേയുടെ തന്നെ NO ആയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ലൈറ്റിന്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്യണം. നമ്മളൊരു യെല്ലോ കളറാണല്ലോ ഉദ്ദേശിക്കുന്നത്. നമുക്ക് കളർ സെലക്ട് ചെയ്യാം, ചേഞ്ച് ചെയ്യാം. ഒരു യെല്ലോ കളർ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കിയാലോ. ഇനി പ്ലേ ചെയ്യണത്, ഞാൻ MCBകളെല്ലാം രണ്ട് സൈഡിൽ ഓൺ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഓഫ് കണ്ടീഷൻ ആയതുകൊണ്ട് എൻ്റെ മോട്ടോർ ഓഫാണ്. റെഡ് ലൈറ്റ് നമുക്ക് കാണാൻ പറ്റും. എൻ്റെ അർത്ഥം മോട്ടോർ ഓഫ് ആണെന്നുള്ളതാണ്. ഓൺ ചെയ്യുന്ന സമയത്ത് മോട്ടോർ ഓൺ ആവുന്നുണ്ട്, ഗ്രീൻ കളർ ലൈറ്റ് ഓൺ ആണ്. ഓക്കെ, ഓൺ ഇൻഡിക്കേഷൻ നമുക്ക് അറിയാൻ പറ്റും. ഇനി നമുക്ക് ട്രിപ്പ് ചെയ്ത് നോക്കിയാൽ, ട്രിപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും യെല്ലോ ഇൻഡിക്കേഷൻ വന്നിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം മോട്ടോർ ട്രിപ്പ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഫോൾട്ട് സംഭവിച്ചു എന്നാണ് അത് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അത് റീസെറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് അടുത്തതായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. നോർമൽ കണ്ടീഷനിലേക്ക് അത് വരത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെയാണ് സിമ്പിൾ ആയിട്ട് നമ്മൾ DOL സ്റ്റാർട്ടർ സെലക്ടർ സ്വിച്ച് വെച്ചും ചെയ്യുന്നുണ്ട്, പുഷ് ബട്ടൺ വെച്ച് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്തു കൊടുക്കുക.